ഇന്ന് ഇലയിൽ വിളമ്പുന്ന കരുണ. പറയുന്നത് OK ശൈലജ ടീച്ചർ, വിഷ്ണുമംഗലം. ശ്രോതാക്കളെ ഏവർക്കും നമസ്കാരം. ഞാൻ OK ശൈലജ ടീച്ചർ, കോഴിക്കോട് വിഷ്ണുമംഗലം. നമുക്കറിയാം, ഓരോ ദിവസവും നമുക്ക് മുന്നിലെത്തുന്ന വാർത്തകൾ മനസാക്ഷിയെ വ്രണപ്പെടുത്തും വിധമാണ്. ഇതിനൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ നാം മനുഷ്യരാണോ? വായു, ജലം എന്നിവ കഴിഞ്ഞാൽ ജീവികൾക്ക് ഏറ്റവും ആവശ്യമായത് ആഹാരമാണല്ലോ. നിയന്ത്രണാതീതമായ വികാരം വിശപ്പും അസഹ്യമായ ദുഃഖം പട്ടിണിയുമാണെന്ന് അനുഭവിച്ചറിയണമെന്നില്ല, മനസ്സിലാക്കാവുന്ന സത്യമാണ്. ഈയിടെ കേൾക്കാനിടയായ ഒരു വാർത്തയാണ് എന്റെ ഈ ചെറുപ്രഭാഷണത്തിന് കാരണമായത്. ആ വാർത്തയ്ക്ക് ഞാൻ ഇങ്ങനെയൊരു ശീർഷകം നൽകിയിരിക്കുകയാണ്: ഇലയിൽ വിളമ്പും കരുണ. ആശുപത്രി എന്നത് വേദനയോടൊപ്പം ഉത്കണ്ഠയും കൊണ്ടു നടക്കുന്ന സ്ഥലമാണ്. അവിടെ കിടക്കുന്ന രോഗിക്ക് മാത്രമല്ല ഉറക്കം നഷ്ടപ്പെടുന്നത്, കൂട്ടിരിക്കുന്നവർക്കുമാണ്. രാത്രി മുഴുവൻ ബെഞ്ചിലിരുന്ന് മരുന്നിന്റെ പേര് പറഞ്ഞ് ബില്ലിന്റെ കണക്ക് കൂട്ടി വീട്ടിലെ കാര്യമോർത്ത് ബന്ധുവിന്റെ രോഗാവസ്ഥയോർത്ത് വിഷമിക്കുന്നവരുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അന്ന് എന്ത് ഭക്ഷണം കഴിക്കും എന്ന വേവലാതിയാണ്. കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വരുമാനം നിലച്ചിരിക്കുന്നു, കയ്യിൽ കരുതിയിരുന്നതെല്ലാം ചികിത്സയ്ക്ക് പോകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ആരോ ഒരു ഇല നീട്ടുന്നു. അതിൽ ചൂടുള്ള ചോറും കറിയും, സൗജന്യം എന്ന ഒറ്റ വാക്ക് മാത്രം. ആ ഇലയിലൂടെ കൊടുക്കുന്നത് വെറും ആഹാരം മാത്രമല്ല, ചേർത്ത് പിടിക്കലും കൂടിയാണ്. വിശപ്പടക്കുന്നു, നീ തനിച്ചല്ല എന്ന ധൈര്യം കൊടുക്കുകയാണ്. ഈ നാട്ടിൽ ഇപ്പോഴും കരുണയുള്ള മനുഷ്യരുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആശുപത്രിക്കുള്ളിൽ ജാതിമത ഭേദമില്ല, ആരുടെ പാർട്ടിയാണ് എന്ന ചോദ്യവുമില്ല. അവിടെയുള്ളത് 2 പേരുകൾ മാത്രം: രോഗിയും കൂട്ടിരിപ്പുകാരനും. അവരുടെ ഏക ആഗ്രഹം രോഗം എത്രയും വേഗം ഭേദമായി ആരോഗ്യത്തോടെ വീട്ടിലെത്തണം എന്നതാണ്. ഈ പൊതിച്ചോറ് വിതരണം നിർത്തിവെക്കണമെന്ന വാർത്തകൾ കാണാനിടയായി. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറയുന്നു. നമുക്ക് നേർക്കുനേർ ഒരു സത്യം നോക്കാം. വിശക്കും വയറിന് ആഹാരം കൊടുക്കുന്നത് തെറ്റാണോ? ഒരു കുടുംബം കഷ്ടപ്പെടുമ്പോൾ അവർക്ക് കൈത്താങ്ങ് കൊടുക്കുന്നത് തെറ്റാണോ? ഒരു നാട് എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം കുറക്കുന്നതാണോ ശരി? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയാനുള്ളത്. ചികിത്സ തന്നെ വലിയ ചെലവാണ്. അതിനിടയിൽ 3 നേരത്തെ ഭക്ഷണം കൂടി വാങ്ങേണ്ടി വരുന്നത് പല കുടുംബങ്ങളെയും കടക്കെണിയിലേക്ക് തള്ളിവിടും. പ്രത്യേകിച്ച് ദൂരദേശത്ത് നിന്ന് വരുന്നവർക്ക്, ആശുപത്രിക്കടുത്ത് താമസിക്കാൻ പണമില്ലാത്തവർക്ക്. ഇവിടെ കൊടുക്കുന്നതും വാങ്ങുന്നതും ആരാണ് എന്നതല്ല പ്രധാനം, നടക്കുന്നത് മനുഷ്യ സേവയാണ് എന്നതാണ് പ്രധാനം. ഇലയിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് അരിയല്ല, അത് ഒരു പ്രാർത്ഥനയാണ്. നിനക്ക് സുഖമാകട്ടെ എന്ന ആഗ്രഹവും കൂടിയാണ്. ആശുപത്രി പരിസരത്ത് നമുക്ക് വേണ്ടത് മത്സരമല്ല, കരുണയാണ്. വാദമല്ല, സഹായമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: ഇല നിർത്തരുത്, കരുണ നിർത്തരുത്, മനുഷ്യത്വം നിർത്തരുത്. പൊതിച്ചോറ് പൊതിയുന്നത് തുടരട്ടെ. അതിലൂടെ നമ്മുടെ നാടിന്റെ പേര് കരുണയുള്ള നാട് എന്ന് കൂടുതൽ ഉറപ്പിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയാറില്ലേ? അത് നമ്മൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കണം. വിശപ്പിന് മരുന്നില്ല, പക്ഷെ കരുണയുണ്ട്. ആ കരുണ ഇനിയും ഇലയിൽ വിളമ്പാം. ഇവിടെ ആരെയും ഒന്നിനെയും വിമർശിക്കുന്നില്ല, മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ്, നിപ, പ്രളയം, ഉരുൾപൊട്ടൽ, അങ്ങനെ പല പ്രതിസന്ധികളെയും നാം അതിജീവിച്ചവരാണ്. അവിടെ ഒരേ മനസ്സും ഒരേ ചിന്തയും മാത്രം. ഓരോ ജീവനും വിലപ്പെട്ടത്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് സമൂഹത്തിന്റെ ധർമ്മവുമാണ്. കണ്ണീരിനും വിശപ്പിനും മുന്നിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്.
അവിടെ ജാതി മത രാഷ്ട്രീയ ലിംഗ വർണ്ണ ഭേദമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്റെ ഈ ചെറു പ്രഭാഷണം ശ്രവിച്ചതിന് നന്ദി. കാഞ്ചീരവം റേഡിയോയിലൂടെ എൻ്റെ ആകാശവാണിക്കാലം. ആകാശവാണിയിലൂടെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ശബ്ദങ്ങൾ വീണ്ടും